കൂട്ടുകാരെ, എന്റെ പേര് ഈസ. എല്ലാവർക്കും എന്റെ ഇസ സ്റ്റോറി ലാൻഡിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾക്കായി ഞാൻ നല്ല നല്ല കഥകളും രസകരമായ പാട്ടുകളും മനോഹരമായ ആനിമേഷൻ കഥകളും കൊണ്ടുവരും. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് കഥകളുടെ മായാലോകത്തേക്ക് പോകാം. ഒരു മനോഹരമായ ഗ്രാമത്തിൽ കുട്ടു എന്നൊരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. അവന്റെ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരി മിനി എന്നൊരു ചെറിയ ആളായിരുന്നു. ഇരുവരും ദിവസവും ഒന്നിച്ചാണ് കളിച്ചിരുന്നത്. പാടങ്ങളിലും മരങ്ങൾക്കിടയിലും കാറ്റിനൊപ്പം ഓടിക്കളിച്ചുകൊണ്ട്. കുട്ടുവിന്റെ ചിരിയും മിനിയുടെ കളിയും ആ ഗ്രാമം മുഴുവൻ സന്തോഷം നിറച്ചിരുന്നു. ഒരു ദിവസം കുട്ടു പതിവ് പോലെ മിനിയെ തേടി നോക്കി. പക്ഷേ മിനിയെ എവിടെയും കാണാനായില്ല. മിനി, മിനി, കുട്ടു വിളിച്ചു. അവൻ ചുറ്റും നോക്കി, വീട്ടിനടുത്തും വഴിയിലും. പക്ഷേ മിനിയില്ല. കുട്ടുവിന്റെ മനസ്സിൽ ചെറിയൊരു പേടി തുടങ്ങിയിരുന്നു. കുട്ടു നിർത്തിയില്ല. എനിക്ക് മിനിയെ കണ്ടെത്തണം, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ പാടങ്ങളിലൂടെ നടക്കാൻ തുടങ്ങി. കാറ്റ് വീശി, പുല്ലുകൾ ചലിച്ചു. എങ്കിലും കുട്ടു മുന്നോട്ട് നടന്നു. പേടിയുണ്ടായിരുന്നു, പക്ഷെ തന്റെ കൂട്ടുകാരിക്കായി അവൻ ധൈര്യത്തോടെ മുന്നോട്ടു പോയി. അവൻ മരങ്ങൾ നിറഞ്ഞ ഒരു ഭാഗത്തെത്തി. ചുറ്റും നിശബ്ദം, കാറ്റിന്റെ ശബ്ദം മാത്രം. കുട്ടു അല്പം നിർത്തി. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. മിനി, അവൻ മൃദുവായി വിളിച്ചു. പേടിയുണ്ടായിരുന്നു, എന്നാലും അവൻ തിരിച്ചു പോയില്ല. അപ്പോഴാണ് ചെറിയൊരു ശബ്ദം കുട്ടുവിന് കേട്ടത്. അവൻ പതുക്കെ അടുത്തേക്ക് നടന്നു. അവിടെ ഒരു ചെടിയുടെ സമീപത്ത് മിനി നിന്നിരുന്നു. മിനി, കുട്ടു സന്തോഷത്തോടെ വിളിച്ചു. അവൻ ഓടിച്ചെന്ന് മിനിയെ ചേർത്തു പിടിച്ചു. അവന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണീർ നിറഞ്ഞിരുന്നു. കുട്ടുവും മിനിയും വീട്ടിലേക്ക് തിരിച്ചു നടന്നു. സൂര്യൻ മാഞ്ഞു പോകുമ്പോൾ ആകാശം സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. കുട്ടുവിന്റെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി. ആ ദിവസം കുട്ടു ഒരു വലിയ പാഠം പഠിച്ചു. പേടിയില്ലാത്തത് ധൈര്യമല്ല, പേടിയുണ്ടെങ്കിലും മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ ധൈര്യം. കുട്ടുവും മിനിയും വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, നമ്മുടെ കുട്ടുവിനും മിനിക്കുമൊപ്പം ഇനിയും ഒരുപാട് കുസൃതികളും കഥകളും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പോ പിന്നെ ഒട്ടും വൈകിക്കണ്ട. നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം അത് ലൈക്ക് ചെയ്തേക്കണേ. ഹാനിണ്ടാ, ഇതുപോലെയുള്ള സൂപ്പർ കഥകൾ ഇനിയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ബൈ ബൈ.